മഹാലക്ഷ്മി സീരിയലിന്റെ പുതുപുത്തൻ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹി ആഗ്രഹിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ കണ്ണനെ വലതുകാലിന്റെ വിരൽ ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് എന്റെ മിടുക്കുകൊണ്ടല്ലെന്നും കുട്ടിയുടെ ഭർത്താവിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണിത്. അതിന് ഞാനൊരു നിമിത്തം ആയെന്ന് മാത്രമേ ഉള്ളൂ എന്നെല്ലാം തോമസ് ഡോക്ടർ മഹിയോട് പറയുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാ മാസവും 5-6 ദിവസം ഇതുപോലെ കണ്ണനെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ടി വരും. അതിനൊരു മുടക്കവും വരാൻ പാടില്ല. ഒരു 6 മാസം ചികിത്സ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ കണ്ണനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്ന് ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് മഹിയുടെ മനസ്സ് തുള്ളിച്ചാടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ കണ്ണന്റെ ജീവൻ രക്ഷിച്ച മാർക്കണ്ഡേയൻ എന്ന മാർക്കോയെ നേരിൽ കണ്ട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം മഹിയുടെ മനസ്സിലുണ്ട്. പിന്നീട് മഹി മോഹിനിയെ വിളിച്ചിട്ട് കണ്ണന് സംഭവിച്ച അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്കിപ്പോ മനസ്സിന് വല്ലാത്ത സമാധാനം തോന്നുന്നു മോളെ. നിന്റെ രണ്ടാനച്ഛൻ കണ്ണനോട് ചെയ്ത ദുഷ്ടതയോർത്ത് മനസ്സിന് വല്ലാത്ത ഒരു കുറ്റബോധവും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അറിയാതെ ആണെങ്കിൽ പോലും അയാളുടെ ഭാര്യ ആകേണ്ടി വന്നതിൽ മനസ്സിന് വല്ലാത്ത നീറ്റിലുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇനി മോനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു കുഞ്ഞും ജനിക്കും, അക്കാര്യത്തിൽ അമ്മയ്ക്കിപ്പോ 100% പ്രതീക്ഷ തോന്നുന്നുണ്ട് എന്നെല്ലാം മോഹിനി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണന്റെ ജീവൻ രക്ഷിച്ച മാർക്കണ്ഡേയൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ചും മഹി അമ്മയോട് പറയുന്നുണ്ട്. തുടർന്ന് മഹി പറയുന്നുണ്ട് കണ്ണേട്ടന്റെ കാലിന് പൂർണ്ണമായിട്ടും സുഖമായി കഴിഞ്ഞാൽ കരുണയുടെ അച്ഛനാണ് കണ്ണേട്ടനെ ഇത്രയും കാലം വീൽ ചെയറിലാകാൻ കാരണമെന്നും കണ്ണേട്ടന്റെ അച്ഛന്റെ ജീവൻ എടുത്തത് എന്ന് ഞാൻ പറയും. ഇനിയും എനിക്കത് കണ്ണേട്ടനിൽ നിന്ന് മൂടി വെച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അത് വേണം പോലെ കണ്ണൻ എല്ലാം അറിയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനിയും. പിന്നീട് ഞാൻ എന്തായാലും ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. കണ്ണേട്ടന്റെ ജീവൻ തിരിച്ചു തന്നതിനും കണ്ണേട്ടന് ഇത്ര വേഗത്തിൽ ഒരു മാറ്റം ഉണ്ടായതിനും എനിക്ക് ദേവിയോട് നന്ദി പറയണമെന്നെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹി അമ്പലത്തിൽ എത്തുകയാണ്. തുടർന്ന് ദേവിയുടെ മുന്നിൽ നിന്നിട്ട് കണ്ണേട്ടനെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചതിനും കണ്ണേട്ടന്റെ ജീവൻ രക്ഷിച്ച ആ മാർക്കണ്ഡേയന് വേണ്ടിയിട്ടും മഹി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൊഴുതിറങ്ങുന്നതും അമ്മ മഹിയുടെ മുന്നിൽ എത്തുകയാണ്. അമ്മയെ കാണുന്നതും വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. അമ്മയെ കണ്ടെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ. ഇന്ന് എനിക്ക് അമ്മയോട് കണ്ണേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതത്തെ കുറിച്ചാണ് പറയാനുള്ളത് എന്ന് മഹി പറഞ്ഞു തുടങ്ങുന്നതും അതൊക്കെ അമ്മയ്ക്ക് അറിയാം മോളെ. ഇനിയും മോൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും മോളുടെ ജീവിതത്തിൽ നടക്കൂ എന്ന് അമ്മ പറയുമ്പോൾ അമ്മയെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മഹി. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ശരിക്കും ആരാ? അമ്മയോട് ഞാൻ ഇതേ ചോദ്യം പലതവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ ഇതുവരെ എനിക്ക് ഒരു ഉത്തരം തന്നിട്ടില്ല എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ എന്നെ കുറിച്ച് അറിയേണ്ട സമയമാകുമ്പോൾ മോൾ എല്ലാം അറിയും എന്ന് മാത്രം മറുപടി കൊടുക്കുകയാണ് കേട്ടോ അമ്മ ചെയ്യുന്നത്. തുടർന്ന് കണ്ണന്റെ ജീവൻ രക്ഷിച്ച മാർക്കണ്ഡേയനെ കുറിച്ച് മഹി പറയുമ്പോൾ മോള് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ അങ്ങനെ യാദൃശ്ചികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതല്ല. മോളുടെ ഭർത്താവും ആ പയ്യനും തമ്മിൽ മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധമാണ് ഉള്ളത്. അത് നിങ്ങൾ രണ്ടുപേരും വൈകാതെ അറിയുമെന്ന് അമ്മ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മഹി പറയുമ്പോൾ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മോളുടെ ഭർത്താവിന്റെ ജീവൻ എടുക്കാൻ നോക്കിയത് മോളുടെ ഭർത്താവിന്റെ ബന്ധുക്കൾ തന്നെയാണ്. അതുകൊണ്ട് മോൾ ഇനിയും വളരെയധികം സൂക്ഷിക്കണം. ഒരവസരം കിട്ടിയാൽ ഇനിയും അവർ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കണം എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് ശരിക്കും വല്ലാതെ ആവാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അപ്പോൾ മഹിയുടെ ആശങ്ക കാണുന്ന അമ്മ പറയുന്നുണ്ട് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അമ്മ ഇതൊന്നും പറഞ്ഞത്. ഒരു കരുതൽ വേണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അധികം വൈകാതെ മോളുടെ അമ്മയാകണം എന്നുള്ള ആഗ്രഹവും നടക്കൂ എന്ന് പറയുമ്പോൾ അത് കേട്ട് മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്